സ്വന്തം തന്തയെ പിടിച്ച് പോക്സോ കേസിൽ അകപ്പെടുത്തിയ ഒരു മകളുടെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് ഈ സംഭവം നമ്മുടെ നാട്ടിൽ തന്നെ നടന്നതാണ്, നമ്മുടെ നാട്ടിൽ നടന്നത്. വിഷയം എന്താണ്? മകൾക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു, ഒരു ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധം എതിർത്തത് കൊണ്ട് മാത്രം ആ തന്തയെ പിടിച്ച് പോലീസിൽ വ്യാജ പരാതി നൽകി 1.5 വർഷം അപ്പനകത്ത് കിടക്കുന്നു ജയിലില്. അതായത് ചെറു പ്രായം തൊട്ട് ഊട്ടി ഉറക്കി വളർത്തി വലുതാക്കിയ കാർന്നോമാർക്കിട്ട് കൊടുക്കുന്ന എട്ടിന്റെ പണി എത്രയോ കൊല്ലങ്ങൾ, അല്ലെങ്കിൽ ഒരു 20-25 കൊല്ലം, അല്ലെങ്കിൽ 23 കൊല്ലം എന്താ പറയുന്നത്, അതിന്റെ ചെറുപ്പം മുതൽ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന തന്തേനെ ഏതോ ഒരു ദിവസം കണ്ട ഒരുത്തന്റെ കൂടെ കറങ്ങി നടന്ന് അവന് വേണ്ടിയിട്ട് സ്വന്തം തന്തേനെ പിടിച്ച് പോക്സോ കേസിൽ പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്തൊരവസ്ഥയാ. ആ വീഡിയോ ഒന്ന് കാണാം. കൊച്ചു ഫോൺ വിളിക്കുമായിരുന്നു. അപ്പോൾ ഞാനത് എതിർപ്പായിട്ട് പറഞ്ഞു. കൊച്ചിനതൊരു ദേഷ്യമായിട്ട്. പോലീസുകാരോട് പറഞ്ഞല്ലേ കുറ്റം ചെയ്തില്ല എന്ന്? പക്ഷെ നമ്മൾ പറയുന്നതല്ല, ഒരു ചെയ്യാൻ പറ്റത്തില്ല. ഹതഭാഗ്യവാന്മാരായ 2 മാതാപിതാക്കളാണ് എന്നോടൊപ്പം ഉള്ളത്. ഇദ്ദേഹം കഴിഞ്ഞ 1.25 വർഷമായി ജയിലിലായിരുന്നു. ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം എന്ന് പറയുന്നത് സ്വന്തം മകളെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നുള്ളതാണ്. ജാമ്യം പോലും ലഭിക്കാതെ കഴിഞ്ഞ 1.25 വർഷമായി ജയിലിൽ കഴിയുകയായിരുന്നു. ഒടുവിൽ കോടതി വെറുതെ വിട്ടു. എന്താ മകളിങ്ങനെ പരാതി കൊടുക്കാനുണ്ടായ കാരണം? ഫോൺ വിളിക്കും, പമ്മി ഒളിച്ചു ഭാഗത്തുമൊക്കെ പോയിരുന്ന ഫോൺ വിളിക്കുക. അത് പറഞ്ഞതിന് എന്നോട് ദേഷ്യം, നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. പരാതി കൊടുത്തു. പരാതി മോൾ പ്രണയിച്ച ആള് പരാതി കൊടുത്തു അല്ലേ? അപ്പൊ ചോദ്യം ചെയ്തതിനെ തുടർന്ന് മകളുടെ കാമുകനും അമ്മയും ചേർന്ന് പരാതി കൊടുത്തു. പരാതി വെച്ച് എന്നിട്ട് പോലീസ് പിടിച്ചോണ്ട് പോയി. ഇപ്പൊ എത്ര ദിവസമായി പുറത്തിറങ്ങിയിട്ട്? 5 ദിവസമായിട്ട്. ആരെങ്കിലും സഹായിക്കാൻ ഉണ്ടായിരുന്നോ കേസിൽ പെട്ടപ്പോൾ? ഈ നിയമ പോരാട്ടം നടത്തിയത് ഭാര്യയാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനെ മകള് തന്നെ കൊടുക്കാനുണ്ടായ ഒരു കാര്യം? ഫോൺ വിളിക്കുന്നത് വഴക്കുണ്ടായി. പിന്നെ ഇവിടെ കോളേജിൽ നിന്ന് ഒരു സാധനം കൂട്ടി ഇവിടെ വീട്ടിൽ കൊണ്ടപ്പോൾ ചോദിച്ചു ഫ്രണ്ടാന്ന് പറഞ്ഞു. അതേ തുടർന്ന് വഴക്കുണ്ടായിരുന്നു എപ്പോഴും അപ്പനും അവിടെ. പിന്നെ മകള് പരാതി കൊടുത്തു എന്ന് എങ്ങനെയാ അറിഞ്ഞത്? മകള് പരാതി കൊടുത്തുന്ന ഇവിടെ പോലീസ് വന്നപ്പോഴല്ലേ അറിയുന്നത്. മകൾ ആർക്കനുകൂലമായിട്ടാ മൊഴി കൊടുത്തത്? അപ്പനെ തെറ്റിയ കാര്യം. അപ്പനാ തെറ്റുകാരൻ പറഞ്ഞു. അപ്പൊ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ. പാവപ്പെട്ട ഒരു തന്ത മകളുടെ സുരക്ഷയെ ഓർത്തുകൊണ്ട് മകള് കാണിച്ച തോന്നിയവാസത്തിന് കൂടത്തിൽ നിന്നില്ല, എതിർത്തതിന് കിട്ടിയ പണിയാണ്. ഈ പോക്സോ എന്ന് പറയുന്ന വകുപ്പ് എന്തുമാത്രം ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ ഒരു നിയമ സാധ്യത മുതലാക്കുന്ന കുറെ പെൺകുട്ടികൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് കാര്യസാധ്യത്തിന് തടസ്സം നിൽക്കുന്നവരെ നീക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണ് ഒരു പോക്സോ കേസിൽ കൊടുക്കുക എന്ന് പറഞ്ഞത്. മനസാ വാച കർമ്മണ അറിയത്തില്ലാത്ത ആളുകൾ എത്രയോ പേര് പെടുന്നു. പക്ഷേ പോക്സോ കേസ് എന്ന് പറയുന്ന വകുപ്പ് നല്ലതാണ്, അങ്ങനെ കുറ്റകൃത്യം ചെയ്യുന്നവരെ. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്കെതിരെ പോക്സോ ആരോപണം, പോക്സോ കേസ് എടുത്തു കഴിഞ്ഞാൽ അയാളെ ഡയറക്റ്റ് വന്ന് പൊക്കിയെടുത്തോണ്ട് പോവുകയാണ്. പിന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, പൊക്കിയെടുത്തു കഴിഞ്ഞാൽ ചോദ്യവും പറച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല, അകത്ത് കിടക്കുക. ആ സമയത്ത് അന്വേഷണം നടക്കും. അവിടെ എന്താ പറയുക, പ്രതിയെ ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടും, അല്ലാത്ത പക്ഷം ഇറങ്ങിപ്പോരാ. പക്ഷെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അയാളുടെ മാനത്തിന്റെ വില പോവുകയല്ലേ. അയാൾക്ക് നാട്ടി നടക്കാൻ പറ്റുമോ? അറിയാവുന്നവരെല്ലാം ചോദ്യം ചെയ്യുകയല്ലേ. ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെയാണ് അവിടെ ചോദ്യം ചെയ്യുന്നത്. ഇങ്ങനത്തെയുള്ള സംഭവമൊക്കെ വരുമ്പോഴത്തേക്ക് ഈ പോക്സോ കാരണം എത്രയോ കുടുംബങ്ങൾ തകരുന്നു, എത്ര ആളുകൾ, എത്ര നിരപരാധികൾ അകത്തേക്ക് പോകുന്നു. എനിക്കറിയാവുന്ന, വളരെ പേഴ്സണലി അറിയാവുന്ന ഒരു കഥ തന്നെ പറയാം ഇവിടെ. അതായത് ഒരു മകള് +2 പരീക്ഷയിൽ സയൻസ് വിഷയത്തിനെല്ലാം തോൽക്കുകയും പിന്നീട് സംഭവിച്ചത്, ആ മകളെ സയൻസ് തോറ്റു കഴിഞ്ഞാൽ ആരെങ്കിലും നേഴ്സിങ്ങിന് വിടുവോ? പരീക്ഷ എഴുതിയെടുത്ത് പാസ്സാക്കുക എന്നുള്ളതല്ലേ, തോറ്റത് പാസ്സാക്കണം. പകരം തോറ്റയാള് നേഴ്സിങ്ങിന് പോകണം, 60,000 രൂപ മുടക്കി എങ്ങാണ്ട് ഈ പറയുന്ന മംഗലാപുരംകാർ വന്ന് നേഴ്സിങ്ങിന് വിടാം എന്ന് പറഞ്ഞ് ഓഫർ കൊടുത്തപ്പം അമ്മയും മകളും ഈ പറയുന്നത് പോലെ അതായത് മകൾക്ക് കൂട്ടായിട്ട് അമ്മയും കൂടെ നിന്നു. അങ്ങനെ അപ്പൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ അപ്പൻ സമ്മതിച്ചില്ല. ബുദ്ധിയുള്ള അപ്പൻ പറഞ്ഞു, തോറ്റ പരീക്ഷ ആദ്യം എഴുതിയെടുത്തിട്ട് ബാക്കി കാര്യം നോക്കാമെന്ന്. അത് എതിർത്തതിൻ്റെ പേരിൽ അപ്പനെതിരെ കൊണ്ട് കേസ് കൊടുത്തു. പോക്സോ കേസാണ് കൊടുത്തത്. പോക്സോ കേസിന് മുന്നേ സംഭവിച്ചത്, ആദ്യം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു മർദ്ദിച്ചെന്നും പറഞ്ഞ്. രണ്ടാമത്തെ അവിടെ പോലീസുകാരുടെ അടുത്ത് മാർക്ക് ലിസ്റ്റ് കൊണ്ടോ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു സംഭവം അപ്പൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്. വനിതാ സെല്ലിൽ അവർ പോയി. വനിതാ സെല്ലിൽ ചെന്നപ്പോഴും വനിതാ പോലീസുകാരോട് ഇതാ സംഭവം, ഇന്ന കാരണം കൊണ്ടാണ് പരീക്ഷ തോറ്റ മകളെ നഴ്സിങ്ങിന് വിടാൻ സമ്മതിക്കാത്ത സാഹചര്യം. ഏതോ ഒരു വൃത്തികെട്ട ഏജൻസിക്കാർ കൊടുത്ത പരിപാടിയാണ് ഈ ഇങ്ങനെ തോറ്റവരെ നഴ്സിംഗ് വിടുക എന്നുള്ളത്. അവിടെയും ജയിക്കാതെ വന്നപ്പോൾ ചൈൽഡ് ലൈനിൽ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തു, മകളെ തോണ്ടി എന്നുള്ള രീതി.
അപ്പനകത്ത് പോയി പാവം പിന്നെ പുറത്തിറങ്ങി കേട്ടോ. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടായി. ഈ സ്ഥലത്ത് പോലും അപ്പന്റെ ഭാഗത്താണ് ന്യായം. ഇതുപോലെ എത്ര കാര്യങ്ങൾ നടക്കുന്നു. അതായത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതല്ല ഇത്. ഈ നിയമം ഒന്നുകൂടെ ഒന്ന് പരിഷ്കരിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് എത്രമാത്രം സത്യം ഉണ്ടെന്നുള്ളത് തെളിയണ്ടേ. ഒരു അന്വേഷണവും പരിപാടി അല്ലാത്ത പീഡന കേസുകളും കാര്യങ്ങളും എല്ലാം അന്വേഷിക്കുന്ന പോലെ. കാരണം ഈ പോക്സോ എന്ന് പറയുന്ന സംവിധാനം വരുമ്പോഴത്തേക്കും ഡയറക്റ്റ് നേരെ പിടിച്ചുകൊണ്ട് നേരെ അകത്തിടുക എന്നുള്ളത് എനിക്ക് അറിയാവുന്ന ഇത് വെച്ച് ഞാൻ എനിക്ക് തോന്നുന്നത് 90 ദിവസം കഴിഞ്ഞാലേ പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ളൂ. അല്ലെങ്കിൽ 90 ദിവസത്തേക്ക് അകത്തായിരിക്കും. അകത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഇത് സംഭവം എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് പോക്സോ കേസ് എന്ന് പറയുമ്പം കുറ്റം ചെയ്തവനാണേലും അല്ലെങ്കിലും നടയടി എന്ന് പറയുന്ന പരിപാടിയുണ്ട്. പോലീസുകാരുടെ അടി, അകത്ത് ചെല്ലുമ്പം ബാക്കി ക്രിമിനൽസിന്റെ അടി, എത്ര ആൾക്കാരുടെ അടിയിടിയും അതിൻ്റെ അകത്ത് പെട്ടുപോകുന്ന എത്രയോ പാവങ്ങൾ. നമുക്കറിയാവുന്ന എത്രയോ കേസുകളുണ്ട്. നമ്മുടെ പത്രങ്ങളിലെ ചെറിയ കോളത്തിൽ കാണും, വലിയ കോളത്തിൽ കാണും പോക്സോ കേസിൽ പിടിയിലായി അകത്തായി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് നിരപരാധിയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു കോലയിൽ ഒരു കോണിൽ ഒരു മൂലയിൽ എഴുതി ചേർക്കും നിരപരാധിയായിരുന്ന ആളെ വെറുതെ വിട്ടു. വ്യാജ പരാതിയായിരുന്നു, പോക്സോ കേസിൽ ഉള്ളിൽ പോയ ആൾ വെളിയിലേക്ക് വന്നു. എന്തൊരവസ്ഥയല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഈ ഒരു നിയമം ഒന്നുകൂടെ പൊളിച്ചെഴുതേണ്ട ഒരു സാഹചര്യം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം ഇതിൽ സത്യം എന്താണ്, അല്ലെങ്കിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് മനസ്സിലാക്കാതെ ഇതുപോലെയുള്ള കേസുകളും പരിപാടിയായിട്ട് ഈ സ്വത്ത് തർക്കം പരിപാടികളൊക്കെ വരുമ്പോൾ നൈസായിട്ട് എതിർപ്പ് പറയുന്ന ആളെ അകത്തിടാൻ പറ്റുന്ന ഏറ്റവും നല്ല പരിപാടിയാണിത്. കുടുംബ പ്രശ്നങ്ങളിൽ എന്താ പറയുന്നത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുടുംബങ്ങളുടെ ഇടയിലുണ്ടാകുന്ന വിഷയങ്ങളിൽ പോലും ഏതെങ്കിലും ഒരാളെ ചൂണ്ടി വിഷയക്കാരനെ എതിർത്ത് നിൽക്കുന്ന ആളെ തകർക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, പോക്സോ കേസ്. ഈ സാധ്യത മുതലെടുക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഇതൊക്കെ മാറേണ്ട ഒരു സമയമായിട്ടുണ്ട്. സിസ്റ്റം തന്നെ മാറണം. പോക്സോ എന്ന് പറയുന്ന ആ ഒരു ആക്ട് വേണം. പക്ഷേ അതിൻ്റെ അകത്ത് വാസ്തവം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോകണം. വാസ്തവമാണ്, തെറ്റ് ചെയ്തിട്ടുണ്ടേ ഉറപ്പായിട്ട് ശിക്ഷിക്കപ്പെടണം. അല്ലാത്ത നിരപരാധിയായിട്ടുള്ള ഒരാൾ പോലും അകത്ത് കിടക്കരുത്. കാരണം അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ ജീവിതവും തകരുകയാണ്. അവിടെ മാനസികമായിട്ട് തകർന്ന് അദ്ദേഹം വേറൊരു ലെവലിലേക്ക് പോവുകയാണ്. പുറത്തിറങ്ങുമ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും? തെറ്റ് ചെയ്യാത്ത ഒരാൾ പുറത്തിറങ്ങുമ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും? ഇതിനെപ്പറ്റിയുള്ള ചിന്തകൾ ആത്മഹത്യ വരെ, ആ ഒരു ആത്മഹത്യാ പ്രേരണ വരെ, അതായത് സ്വയമേ തോന്നും ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന്. കാരണം ചെയ്യാത്ത കുറ്റത്തിനകത്ത് പോവുകയാണ്. അതും പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ പെണ്ണ് കേസ്, അതും 18 വയസ്സ് തികയാത്ത പ്രായപൂർത്തിയാകാത്ത പിള്ളേർ കൊടുക്കുന്ന കേസ്. ഇത് പിള്ളേരെ വെച്ച് മുതലെടുക്കുന്ന കുറേ ആളുകളുണ്ടെന്നേ, പിള്ളേരെ കൊണ്ട് കേസ് കൊടുപ്പിക്കുന്നേ. ഈ ഒരു നിയമം മാറേണ്ടതുണ്ട്. ഈ പാവം തന്തയുടെ ഒരു അവസ്ഥ കാണുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഒരു കഥ ഇതിനകത്ത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പനോടൊപ്പം കട്ടക്ക് കൂടെ നിന്ന അപ്പൻ്റെ അമ്മ ഭർത്താവിന് വേണ്ടിയിട്ട് ഭാര്യ കട്ടക്ക് കൂടെ നിന്നു. പിന്നെ നാട്ടുകാർക്കും ഈ പറയുന്ന പോലെ പുള്ളി തെറ്റുകാരനല്ലെന്നുള്ളത് അറിയാം. അല്ലെ, പുള്ളിയെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായമുള്ള മനുഷ്യനായതുകൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പക്ഷെ 1.5 കൊല്ലം അകത്ത് കിടന്നു. 1.5 കൊല്ലം അദ്ദേഹത്തിനെ അകത്ത് കിടത്തിയ മകള് നന്നായിട്ട് ജീവിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അത് ഒരു അപ്പൻ്റെ പ്രാക്ക്, അത് ഉറപ്പായിട്ടും അത് കൊള്ളും. ഉറപ്പായിട്ടും ആ മനുഷ്യന്റെ കണ്ണുനീരിനുള്ള വില. അതായത് ഒന്നും ചെയ്യണ്ട. നമ്മളീ പറയത്തില്ലേ, ഈ ശാപവാക്കുകൾ വന്ന് വീഴുക എന്ന് പറയത്തില്ലേ, ശപിച്ചു പോകുന്ന പോലെയാണ്. നശിച്ചു പോകത്തേ ഉള്ളൂ, അല്ലാതെ നേരെ വഴിക്ക് പോകത്തില്ല. എന്നോ കണ്ട ഏതോ ഒരുത്തന് വേണ്ടിയിട്ട് സ്വന്തം അപ്പനെ ഒറ്റിക്കൊടുക്കുന്ന, അല്ലെങ്കിൽ അപ്പനെ എന്താ പറയുന്നത്, കുറ്റാരോപിതനാക്കി കുറ്റം ചെയ്തു എന്നും പറഞ്ഞ് ആ ഒരു മനക്കെട്ടിയുള്ള അവളെയൊക്കെ എന്താ ചെയ്യണ്ടേ? ചാട്ടക്കടിക്കണം, ചാട്ടയ്ക്ക് തന്നെ അടിക്കണം. കാരണം അത്രമാത്രം വേദനയോടുകൂടിയാണ് ഞാനും ഈ വാർത്ത കണ്ടത്. എന്നെപ്പോലെ തന്നെ ഇത് അറിഞ്ഞ ഒരുപാട് പേരുണ്ട്. ഈ ന്യൂസ് കണ്ടവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നവർ. നമുക്ക് കാണുമ്പം തെറ്റ് ചെയ്തവരകത്ത് പോകണം, ഉറപ്പാണ്, ശിക്ഷ വേണം 100%. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100%. അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള ഈ പോക്സോ പോലെയുള്ള ഈ ഒരു ന്യൂനതകൾ ഉള്ള ഈ ഒരു നിയമം ന്യൂനതകൾ ഉള്ളതെന്ന് തന്നെ പറയണം. കാരണം മുതലെടുക്കുന്ന ആളുകളുണ്ട്, മനഃപൂർവ്വം തെറ്റ് ചെയ്യാത്ത ആളുകളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഈ പോക്സോ എന്ന് പറയുന്നത്. അങ്ങനെ ഇനി ഒരു നിരപരാധിയും അകത്തു പോകരുത്. കാരണം അവരുടെ ജീവിതം വെറുതെ തകർന്നു പോകുന്നത്
സർക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിയമം എന്ന് പറയുന്നത് ജനങ്ങളുടെ സംരക്ഷണത്തിനും ജനസേവനത്തിനും വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു ഇതാണ് നിയമം എന്ന് പറയുന്നത്. അവിടെ തന്നെ ജനങ്ങളെ ശിക്ഷിക്കാനും എന്താ പറയുന്നത് ജനസേവനത്തിന് വരെ ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലേക്ക് നിയമം പോകുമ്പോഴത്തേക്കും ആരോട് ചോദിക്കാൻ ആരോട് പറയാനാ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഉള്ളിൽ പോകുന്നവർക്ക് അതിന്റെ വിഷമം അറിയത്തുള്ളൂ. ഇപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നത് വളർത്തി വലുതാക്കിയ തന്തേനെ പിടിച്ച് അകത്ത് പിന്നെ തന്താവ് കയറി മകളെ പിടിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ ഓർക്കാൻ കൂടെ മേല.